എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളെ ഇന്ന് പ്ലസ് 1കാർക്കുള്ള ഒരു വെറൈറ്റി ക്ലാസ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാർഡ്സിൻ്റെ പ്രോബ്ലംസ്, ചീട്ടുകളി. ഓക്കെ, എക്സാമിന് മോഡലിനും ഉണ്ടായിരുന്നു, ഫൈനലിനും വരാൻ അപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് അറിഞ്ഞ് പഠിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനിക്കൊന്ന് മറക്കാതെ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലും പറയാതെ അവിടെ എത്തിയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാർഡ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പഠിത്തത്തിലാണെങ്കിലും അതൊരു കളിയിൽ കൂടി ഇതൊരു ഗെയിം പോലെയാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇതിനുള്ളിൽ കുറേ ഗെയിംസ് ഉണ്ട്, എനിക്ക് കുറേ അറിയാം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഡൗട്ട്സ് എല്ലാം നല്ല ക്ലിയർ ചെയ്ത് തരും. ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഇതെല്ലാം നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ നാട്ടിൻപുറത്തോടൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കുറേ ചീട്ടുകളൊക്കെ എടുത്ത് സിനിമ കളിക്കുന്നുണ്ട്, കാർഡ്സൊക്കെ വെച്ചിട്ട്. അത് കുറേ ചീട്ടുണ്ട്, കുറച്ച് ചീട്ടുണ്ട്, 3 ചീട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് എന്നാണ്. 3 ചീട്ട്. അതാണ് ഏറ്റവും വേൾഡ് വൈഡിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള കളിയാണ്. അതിനെ നമ്മൾ ഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത്, മലയാളത്തിൽ മുച്ചീട്ട്. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് റമ്മി എന്ന് പറഞ്ഞൊരു കളിയാണ്. അതിന് 13 കാർഡ്സാണ്. അത് ഇച്ചിരി ക്ലാസ് മീൻസ് നല്ലൊരു ക്ലാസ് ഗെയിമാണ് കേട്ടോ. നല്ല രസകരമായിട്ട് ബുദ്ധിപരമായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്ര എളുപ്പമല്ല. അങ്ങനത്തെ ഒരു കളിയാണ് അത്. പിന്നെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് ഈ കുണുക്കൊക്കെ ഇട്ട് ഒത്തിരി ആൾക്കാർ ഇരുന്ന് കളിക്കത്തില്ലയോ, ഇങ്ങനെ കുറേ നമ്മളെല്ലാം കാണാറുണ്ട്. ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് പോലൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ പേര് നമുക്ക് ഭയങ്കര രസമായിട്ടുള്ള ഗെയിമാണ്. പല പേരുണ്ട് കേട്ടോ. 28 എന്നുണ്ട്, 56 എന്നുണ്ട്, ഗുലാൻ പരിസ് എന്നുണ്ട്. അങ്ങനെ പല പേരിലാണ് ആ കളി അറിയപ്പെടുന്നത്. അതാണ് നാട്ടിൻപുറത്ത് എല്ലാവരും കളിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള എല്ലാ ഗെയിംസ്. ഓക്കെ, അപ്പോൾ ഇതും ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളായിരിക്കും സാറ് ചീട്ടുകളി പഠിപ്പിക്കാൻ വന്നതാണോ, ചീട്ടുകളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം നല്ല രസകരമായിട്ടുള്ള ഗെയിമാണ്. ടൈം പാസ് നല്ലതാണ്. ടൈം ഉള്ളപ്പോൾ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യത്തിലൂടെ വരാം അല്ലേ. പഠിക്കാൻ നമുക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ 2 വരാം. ഫസ്റ്റ് വൺ നമ്മുടെ പെർമ്യൂട്ടേഷൻ, അതിനുള്ളിൽ വരാം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചാപ്റ്റർ വരാം. രണ്ടാമത് പ്രോബബിലിറ്റി. ഈ 2നുള്ളിലും ഇവൻ കയറി വരും. ഓക്കെ, അപ്പോൾ ഈ കാർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസുകൾ മുഴുവൻ നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ചാപ്റ്ററിൽ വരുമ്പോൾ കോമ്പിനേഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, പെർമ്യൂട്ടേഷൻ അല്ല കോമ്പിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബബിലിറ്റി കൂടി വരുമ്പോൾ ഒരു ബൈ എന്നൂടെ വരും. ഒരു ഫ്രാക്ഷൻ ഫോമിലായിരിക്കും ആൻസർ, മറ്റടുത്ത് ഫ്രാക്ഷൻ ഫോമിലല്ല. കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫ്രാക്ഷൻ ഇല്ല, ചുമ്മാ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണല്ലോ. നമുക്ക് ആകെ ഉള്ള 52 കാർഡാണ്, അതെല്ലാവർക്കും അറിയാം. 52 കാർഡ്സ്. ഈ 52 കാർഡിനെയാണ് നമ്മളിങ്ങനെ ഡിവൈഡായിട്ട് മാറ്റി പല രീതിയിൽ കൂടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 4 ഭാഗങ്ങൾ മീൻസ് 4 രീതിയിൽ കൂടെ ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. 13, 13, 13, 13. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പേരൂടെ അറിഞ്ഞിരിക്കണം. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സിമ്പൽ ഓർ സ്യൂട്ട് എന്ന് ഞാൻ ഇതിനെ വിളിക്കും കേട്ടോ. സിമ്പൽ, സ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് സ്പേഡ്, ക്ലബ്സ്, ഡയമണ്ട്, ഹെഡ്സ്. ഇവരെല്ലാം വിളിക്കുന്ന പേരാണെന്ത്? സിംബൽസ് ഓർ സ്യൂട്ട്. ഓക്കെ, സിംബൽ കേട്ടോ ഓർ സ്യൂട്ട് എന്നും വിളിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ വരുന്നത് സ്യൂട്ട് എന്നുള്ള വേടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് സിംബൽ ഞാൻ പറയുമ്പോൾ എന്താണെങ്കിൽ സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 13 പേരെ വെച്ചടങ്ങുന്ന 4 ഐറ്റംസ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ 13 പേര് ആരൊക്കെയാണെന്നറിയണം. ഏതാ സ്പേഡ് സിമ്പലിലുള്ളത്? സ്പേഡ് സിമ്പലൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ. വരയൊക്കെ നോക്ക്, ഇങ്ങനെയാണ് നമ്മുടെ കണ്ടുണ്ടായിരിക്കും. ഇതാണ് സ്പേഡ് സിമ്പൽ. ക്ലബ്സ് എന്ന് പറയുന്നൊരു പൂ പോലെ ഇരിക്കും. ഡയമണ്ട്, ഹെഡ്സും ഒക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഹെഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ സ്പേഡ് സിമ്പൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാണ് ഓരോന്ന് വെച്ച് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എയ്സ് ഉണ്ട്, കിങ് ഉണ്ട്, ക്യൂനുണ്ട്, ജാക്ക് ഉണ്ട്, പിന്നെ 10, 9, 8, 7, 6, 2 വരെയുണ്ട്. അങ്ങനെ 13 കാർഡ്സുകൾ ഈ പേരിൽ. ഇവിടെയും ഈ സിമ്പിൾ ക്ലബ്സിൻ്റെ സിമ്പിളിലും 13 കാർഡ്സുകൾ ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ അതുപോലെ ഇതുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നോക്കിക്കേ, എയ്സ് സ്പേഡിലുണ്ട്, എയ്സ് ക്ലബ്സിലുണ്ട്, ഡയമണ്ടിലുണ്ട്, ഹേർട്ടിലുണ്ട്. എയ്സ് എന്ന് പറഞ്ഞ കാർഡ്. അപ്പോൾ എയ്സ് എല്ലായിടും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എയ്സ് കാർഡ്സ് എത്ര? 4. ടോട്ടൽ കിങ് കാർഡ്സ് എത്ര? 4. അപ്പോൾ ഓരോ പേരിലുള്ള കാർഡുകൾ 4 വീതം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടോട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇനി ഒന്ന് എഴുതാം, ശ്രദ്ധിച്ചോ. അപ്പോൾ ടോട്ടൽ 52. ഈ ടോട്ടൽ 52-നെ നമ്മൾ
സിമ്പൽ പ്രകാരം, സിമ്പൽ ഓർ സ്യൂട്ട് പ്രകാരം നോക്കുമ്പോൾ 13 വെച്ചാണ് കേട്ടോ. സിമ്പൽ അതാരൊക്കെ സിമ്പൽ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു, ഇവിടെ ഒന്ന് എഴുതിയേക്കാം ചുമ്മാ ഒന്ന്. സ്പേഡ്, ക്ലബ്സ്, ഡയമണ്ട്സ്, ഹെഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പൽ. സിമ്പൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. സ്പേഡ്, ക്ലബ്സ്, ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ 13 എന്നുള്ള നമ്പർ മനസ്സിൽ നിന്ന് പോകരുത്. നെക്സ്റ്റ് നെയിം. നെയിം വരുമ്പോൾ, നെയിം വരിക എന്ന് പറഞ്ഞാൽ ഏസ് കാർഡ്, നെക്സ്റ്റ് കിങ്, ക്യൂന്, ഇങ്ങനെയുള്ള കാർഡുകൾ എപ്പോഴും വരുമ്പോൾ അത് 4 എന്ന് പറഞ്ഞ മനസ്സിൽ വേണം. 4 കേട്ടോ. നെയിം വരുമ്പോൾ 4. നെക്സ്റ്റ് ഫേസ് കാർഡ്സ് വരും. ഫേസ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് കേട്ടോ. ഈ ഫേസ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 4 കിങ്, 4 ക്യൂന്, 4 ജാക്ക്, 4 ഏസ് എടുക്കില്ല. ഓക്കെ, അപ്പോൾ 12 കാർഡാണ്. ഫേസ് കാർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ 12 എന്നുള്ള നമ്പർ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കളറാണ്. കളർ വരുമ്പോൾ 26. അത് റെഡ് വരാം, അല്ലെങ്കിൽ ബ്ലാക്ക് വരാം. ഇതാണ് നമുക്ക് ഏകദേശം കൃത്യമായിട്ട്. ഇനി രണ്ടും കൂടെ സിമ്പൽ ആൻഡ് നെയിം. സിമ്പൽ ആൻഡ് നെയിം വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 1. ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ. സിമ്പൽ നെയിം കൂടെ വരുന്ന ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പേഡെന്നും നെയിം വരുമ്പോൾ ഏസ്, സ്പേഡ് ഏസ്. ഇപ്പം രണ്ടും കാര്യങ്ങളായി. സ്പേഡ് ആയിരിക്കണം, ഏസ് ആയിരിക്കണം. അയ്യോ, ഒറ്റ ഒരെണ്ണമേ ഉള്ളത്. നമ്മളറിയില്ലയോ, അങ്ങനത്തെയൊക്കെ ഐറ്റം വെറൈറ്റി ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ. സ്പേഡ് സിമ്പൽ ഇവിടെ ഒത്തിരി ഉണ്ട്, 13 എണ്ണം ഉണ്ട് സ്പേഡ്. പക്ഷേ സ്പേഡ് ഏസ് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ. നമുക്ക് അറിയത്തില്ലയോ, ഭയങ്കര ഡിമാൻഡാണ്. ഒന്നേ ഉള്ളൂ. ആ രീതി കൂടെ. അപ്പം നെയിമും സിമ്പലൂടെ വരുമ്പോൾ 1/. ഓക്കെ, നെക്സ്റ്റ് കളർ 26. ഓക്കെ ആണല്ലോ, ക്ലിയർ ഒക്കെ ആയിട്ടുണ്ട്. ഇനിയും കളറിനുള്ളിൽ തന്നെ 2 കാർഡ്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഏസ് കാർഡ് തന്നെ റെഡ് കളറിലുള്ള 2 എണ്ണം ഉണ്ടാവും, ബ്ലാക്ക് കളറിലുള്ള 2 എണ്ണം ഉണ്ട്. അങ്ങനെ 4 കളർ വെച്ച് വരും പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പിടികിട്ടിട്ടുണ്ട്. ഇനി പ്രോബ്ലം എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യന് പ്രോബിലിറ്റിയുടെ രീതിയിൽ കൂടെ വരാം, അല്ലാതെ ഡയറക്റ്റ് വരാം. ഞാൻ ഇന്ന് പ്രോബിലിറ്റിയുടെ രീതിയിൽ കൂടെ അതിൽ നിന്ന് പറയാം. ഇപ്പോൾ പി ഓഫ് എ ഡയമണ്ട്, നമ്മളൊരു കാർഡ് എടുക്കുന്നു. ആ കാർഡ് ഡയമണ്ട് ആവണം. അപ്പോൾ ഡയമണ്ട് നോക്കുമ്പോൾ നമ്മൾ എന്താണ്? സിമ്പിൾ അല്ലേ. സിമ്പിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 13. സിമ്പിൾ കണ്ട ഡയമണ്ട് അതിനുള്ളിലുണ്ട് 13. ബൈ ടോട്ടൽ എത്ര? 52. ദാറ്റ്സ് എ പ്രോബബിലിറ്റി. കഴിഞ്ഞു. ഇനി പി ഓഫ് ഡയമണ്ട് മാറി, പി ഓഫ് സ്പേഡ്, ദാറ്റ്സ് ഓൾസോ 13/52. പി ഓഫ് ഹെഡ്, ദാറ്റ് ഈസ് ഓൾസോ 13/52 ക്ലബ്സ്. അപ്പോൾ എല്ലാം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിൾ വരുമ്പോൾ ഒരു കാർഡ് എടുക്കുന്നത് ഡയമണ്ട് കാർഡ് ആയിരിക്കണം 13 അപ്പോൾ സിമ്പിളിൻ്റെ കേസിൽ വരുമ്പോൾ 13/52. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് പി ഓഫ് ഏസ്, ഏസ് കാർഡ്. അപ്പോൾ ഏസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം, നെയിമാണ് അല്ലേ, പേര്. അപ്പോൾ ഏസിൻ്റെ കാര്യത്തിൽ എത്ര? 4 പേർ. പേര് വരുമ്പോൾ 4 പേർ, ദാറ്റ് ഈസ് 4/52. അത്രമേ ഉള്ളൂ. എപ്പോഴും ഡിനോമിനേറ്റർ 52 ആയിരിക്കും കേട്ടോ, മാറത്തേയില്ല. 52 ഒരു കാർഡ് എടുക്കുന്നതിൻ്റെ പ്രോബിലിറ്റി വരുമ്പോൾ ഡിനോമിനേറ്റർ ഓൾവേസ് 52, ന്യൂമിനേറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതായി. നെക്സ്റ്റ് മൂന്നാമത്തേത് പി ഓഫ് ഏസ് കാർഡ് മാറി. നെക്സ്റ്റ് ഇനി കളർ വരുന്നു. നമ്മൾ ഒരു റെഡ് കാർഡ് എടുക്കും. നമ്മളൊരു കാർഡ് എടുക്കുന്നത് റെഡ് ആയിരിക്കണം. റെഡായിരിക്കണമെങ്കിൽ റെഡിൻ്റെ എത്ര എണ്ണം ഉണ്ട്? 26 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് 26 എത്രയാണ്? 52. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മൾ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. സൂപ്പറായിട്ട് മാത്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളതല്ല, രസിച്ച് പോകാൻ ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് നമ്മുടെ കിട്ടും. ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസിനാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ. പിന്നെ നിങ്ങളത് പഠിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 പഠിക്കാം, എൻട്രൻസിൻ്റെ കുറേ കാര്യങ്ങളും കിട്ടും. രണ്ടും കൂടി കിട്ടുന്ന ഒരൊറ്റ ക്ലാസ്സാണ്. സൂപ്പറായിട്ട് നിങ്ങൾക്കിപ്പോൾ എൻട്രൻസ് ക്ലാസ്സുകൾ കയറി കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എങ്ങനെയാണ് എൻട്രൻസ് പഠിക്കേണ്ടതെന്നും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതും ആൻസർ ചെയ്യേണ്ടതും എല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ കൂടെ ഉണ്ട്. ഒത്തിരി കുട്ടികൾ നമ്മളിത് പഠിക്കുന്നുണ്ട്. ഓക്കെ, +1 ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ +2 ജോയിൻ ചെയ്യുന്ന ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട. മാത്സ് എന്നുള്ളതിനെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് കയറി കണ്ടാൽ മതി. സൂപ്പറാണ്. ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും ഇത്. പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഫുൾ മാർക്ക്. പിന്നെ നിങ്ങൾക്കൊരു ഹയർ സ്റ്റഡീസിന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ആ രീതി കൂടെയുള്ള ക്ലാസ് ആയിരുന്നു. അല്ലാതെ +2 ജയിച്ചു ഡബിൾ പാസ്, ആ ഡബിൾ പാസ് കൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ നല്ലൊരു അടുത്തൊരു കോഴ്സിന് പോകാൻ മാത്സ് ഏത് പഠിക്കണമെന്ന് അറിഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അതാണ്, മനസ്സിലായല്ലോ. മാർക്കും ഫുള്ള് കിട്ടും. പക്ഷേ എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ടത് രണ്ടാമത് ഹയർ സ്റ്റഡീസിന് ഏതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പറഞ്ഞുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്. ഓക്കെ, സമയം കളയുന്നില്ല.
അപ്പോൾ നമുക്ക് പി ഓഫ് റെഡ് എന്താണ് 26/52. നെക്സ്റ്റ് പി ഓഫ് ബ്ലാക്ക് ആണെങ്കിൽ എത്ര തന്നെയാണ് 26/5. അങ്ങനെ നെക്സ്റ്റ് റെഡ് എയ്സ് എന്നൊക്കെ വേണ്ട വരാം. റെഡ് എയ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് എയ്സ് എന്നൊക്കെ, അല്ലെങ്കിൽ ബ്ലാക്ക് കിങ്സ്, മനസ്സിലായല്ലോ? ബ്ലാക്ക് കിങ്. ബ്ലാക്ക് കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കളറും ഉണ്ട് പേരും ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ. എന്താ ബ്ലാക്ക് കളറിൽ കിങ് ഉള്ളത് രണ്ടെണ്ണമാണ് കേട്ടോ. ദാറ്റ് ഈസ് 2 എത്രയാണ് 52. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നെക്സ്റ്റ് ഫേസ് കാർഡ്, പി ഓഫ് ഫേസ് കാർഡ്. ഫേസ് കാർഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പി ഓഫ് ഫേസ് കാർഡ് എടുക്കുമ്പോൾ ഫേസ് കാർഡ് എത്ര നോക്കിക്കുക 12. ദാറ്റ് ഈസ് 12/52. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലായെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ഏകദേശം ഒരു കാർഡ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആയി. ഇനി 2 കാർഡൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമ്മൾ 2 കാർഡ് എടുക്കുന്നു, രണ്ടും ഡയമണ്ട് ആയിരിക്കണം എന്നൊക്കെ വരാം കേട്ടോ. നമുക്ക് ഇത്ര നാളും ചോദിച്ചിട്ടില്ല, ചോദിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ 2 cards ആർ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത് അറിയാം? 2 കാർഡ് എടുക്കുമ്പോൾ ഇവിടെ എന്താ വ്യത്യാസം നോക്കണേ? 13C2 ഡിവൈഡഡ് ബൈ 52C2 എന്നുള്ള വ്യത്യാസം വരും. അത്രയേ ഉള്ളൂ. ആ കോമ്പിനേഷൻ്റെ രീതിയിൽ കൂടെ എഴുതണം 13C2. പക്ഷെ ഒറ്റ കാർഡ് എടുക്കുമ്പോൾ സിയുടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ എപ്പോൾ കാർഡ് എടുത്താലും സി എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്യണം. 3 കാർഡാണെങ്കിൽ 13C3 ബൈ 52C3. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ കോമ്പിനേഷനിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാം, കേട്ടോണേ. 5 കാർഡ് എടുക്കുന്നു. എത്ര? 5 കാർഡ്. 5 കാർഡ് എടുക്കുന്നതിനുള്ളിൽ ഒരു കാർഡ് എയ്സ് ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെയാണ് എത്ര വേയ്സ് ഉണ്ട്? നമ്പർ ഓഫ് വേയ്സ് സെലക്ടിങ് 5 cards ഇൻക്ലൂഡിങ് 1 എയ്സ് കാർഡ്. 5 കാർഡ് എടുക്കുന്നതിനുള്ളിൽ ഒരെണ്ണം എയ്സ് ആയിരിക്കണോടാ, വേറെ ഒന്നും അല്ലാതെ എയ്സ് ഇല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എയ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എടുക്കും. 5 എണ്ണത്തിൽ 1 എയ്സ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കണേ. പി ഓഫ് ഇതാണ് 5 cards ആണ്. പക്ഷെ കാർഡ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? 5 കാർഡ് എടുക്കുന്നത് എങ്ങനെയാണ്? പി ഇല്ല, പ്രോബിലിറ്റി ഇല്ല. നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുന്നില്ല. കോമ്പിനേഷൻ എത്ര വേയ്സ് ഉണ്ടെന്നാണ് 5 cards. അപ്പോൾ ഒരെണ്ണം എന്തായിരിക്കണം? 1 എയ്സ് ആയിരിക്കണം. അപ്പോൾ ബാക്കി 4 എന്താണ്? നോൺ എയ്സ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഒരെണ്ണം എയ്സ് ആയിരിക്കണം, 4 നോൺ. കാരണം 5 നീ കൊണ്ടുവന്നു, പക്ഷെ ഒരെണ്ണം കറക്റ്റായിട്ട് എയ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി 4 എയ്സ് ആവരുത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്ര എയ്സ് കാർഡ്സ് ഒന്ന് നോക്കണം. ഈ 52 കാർഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയ്സ് കാർഡ്സ് എത്ര? 4. ശരിയല്ലയോ? 4 എയ്സ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി നോൺ എയ്സ് അപ്പോൾ എത്ര എന്നുള്ളത് എങ്ങനെയാണെന്നറിയാം? നോൺ എയ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ബാക്കി 48 ഉണ്ടോ? 48 4 52. 4 എയ്സ് കാർഡ്സും 48 നോൺ എയ്സും. ഓക്കെ ആണല്ലോ? അപ്പോൾ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. 4C1 48C4. ഓക്കെ, ഇങ്ങനെ വേണം. 4C1 ഇൻറ്റു 48C4. എന്തുകൊണ്ടാണ് 4C1 ആയത്? 4 എയ്സിൽ നിന്നും 1 എയ്സ് എടുക്കണം. 48 നോൺ എയ്സിൽ നിന്നും 4. അപ്പോൾ 4 1 എത്രയായി? 5 ആയി. 4 48 52 നിന്നും. അപ്പോൾ ഇങ്ങനെ വേണം ചൂസ് ചെയ്യാൻ. ഇനിയും പ്രോബിലിറ്റി ആണെങ്കിൽ ഒരു ബൈ വന്നിട്ട് 52C5 അത്രയേ ഉള്ളൂ. 52C4 അല്ല, 52C5. ഓക്കെ, ഇത് പ്രോബിലിറ്റിയുടെ കേസ് വരാണ്. പ്രോബിലിറ്റി ഇല്ലാതെ എത്ര വേയ്സ് എന്ന് വന്നാൽ ഇത്രയേ ഉള്ളൂ. 4 എയ്സിൽ നിന്നും 1 എയ്സ് എടുക്കണം. ബാക്കി 48 നോൺ എയ്സ് അല്ലാത്ത കാർഡുകളിൽ നിന്നും ബാക്കി 4. അപ്പോൾ 4 1 അവർ പറഞ്ഞ പോലെ എത്രയായി? 5 ആയി. ഒരെണ്ണം എയ്സ് എടുത്തു, 4 നോൺ എയ്സ് എടുത്തു. കൃത്യമായി ക്ലിയറായി. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ അവർക്ക് ചോദിക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് 4 കാർഡ് എടുക്കുന്നു. ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ഉള്ളതാണ്. 4 കാർഡ് എടുക്കുന്നു, 4ഉം ഡിഫറെൻറ്റ് സ്യൂട്ട് ആയിരിക്കണം. ഡിഫറെൻറ്റ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ 4 കാർഡ് എടുക്കുന്നു. 4 കാർഡ്സിൽ ഡിഫറെൻറ്റ് സ്യൂട്ട് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന 4 എന്തായിരിക്കണം? ഡിഫറെൻറ്റ്. ഓക്കെ, എടുക്കാം. 4 കാർഡോ എത്ര കാർഡ് എടുക്കാം, പക്ഷേ നമുക്ക് 4 കാർഡ് മതി. 4 കാർഡ് എടുക്കുന്നതും ഡിഫറെൻറ്റ് സ്യൂട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? സ്യൂട്ട് എന്ന് പറഞ്ഞാൽ സ്പേഡേ എന്ന് പറയണം. നമുക്ക് 4 കളറ് നമ്മൾ എടുക്കുമ്പോൾ 4 കളറ് ബോളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 4ലും ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ രസമാണ്, എല്ലാത്തേലും ആവുമല്ലോ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കാൻ പോകുന്നത്? 13 ഉണ്ട് സ്പേഡ് തന്നെ. ശരിയല്ലയോ? അവിടെ നിന്ന് 1 എടുത്താൽ മതി. കാരണം ഓരോന്നിലും 4 കാർഡ് വേണം, പക്ഷെ 4 എണ്ണത്തേലായിരിക്കണം. അപ്പോൾ സ്പേഡേന്ന് 1 എടുത്താൽ മതി, ക്ലബ്സേന്ന് 1 എടുക്കണം, ഡയമണ്ടേന്ന് 1 എടുക്കണം, ഹെർട്ടേന്ന് 1 എടുക്കണം. അതാണ് ഡിഫറെൻറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻസർ 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1 ഇതാണ്. മനസ്സിലായ? 13 സ്പേഡിൽ 1 എടുത്തു, നമ്മുടെ ഡയമണ്ടേന്ന്, ഹെർട്ടേന്ന്, ക്ലബ്സേന്ന് എല്ലാത്തേലും ഓരോന്ന് വീതം എടുത്തു. അപ്പോൾ ഡിഫറൻറ്റ് സ്യൂട്ട് വരുമ്പോൾ അങ്ങനെ 4 കാർഡ്സ് എടുക്കുന്നു. ഇനി
4 കാർഡ്സ് ഓഫ് സെയിം സ്യൂട്ട്. എല്ലാവർക്കും പ്രശ്നം ഇത് സെയിം സ്യൂട്ട്. ഈ സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? കാർഡ് എടുക്കുന്ന 4 എണ്ണം ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നീ 4 കാർഡ് എടുത്തോണ്ട് പോ, എല്ലാം ഒരെണ്ണത്തേലും മതി, അല്ലാതെ എനിക്കിവിടെ വേറെ വേറെ വേണ്ട. എടുക്കുവാണെങ്കിൽ എല്ലാം ഒന്നത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 4 സ്പേഡേന്ന്, അല്ലെങ്കിൽ 4 ക്ലബ്സേന്ന്, അല്ലെങ്കിൽ 4 ഡയമണ്ടേന്ന്, 4 ഹെഡ്സേന്ന്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആൻസർ വരുമ്പോൾ ഇവിടെ 13 എണ്ണമാണ്. ദാറ്റ് ഈസ് 13C4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ പറഞ്ഞപ്പോൾ എന്തുവാ, നീ ഞാനിങ്ങനെ സ്പേഡേന്ന് 4 ഇങ്ങനെ എടുത്തുകൊണ്ട് പോയേക്കാം എന്ന് പറഞ്ഞില്ലയോ? അവർ പറയുന്നത് എന്തുവാ, എല്ലാം ഒരെണ്ണത്തിൽ സെയിം സ്യൂട്ട് മതി 4. അപ്പോൾ 4 എടുക്കുന്നത് ഒന്നുകിൽ സ്പേഡേന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 13C4 പ്ലസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതി കൂടെ എടുക്കാം, വേറെ രീതി കൂടെ എടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? ക്ലബ്സേന്ന് ഒരു 4 എടുക്കാം, അപ്പോഴും സെയിം സ്യൂട്ടാ, സെയിം ക്ലബ്സ് തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലസ് ഇട്ട് കണക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 13C4. അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് എടുക്കാം, ദാറ്റ് ഈസ് 13C4. അല്ലെങ്കിൽ ഹെർട്ട് എന്ന് എടുക്കാം, ദാറ്റ് ഈസ് 13C4. അപ്പോൾ ഈ പ്ലസ് ഇട്ട് കണക്ട് ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു ഇട്ട് കണക്ട് ചെയ്യുന്നു. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ചെയ്തോ? ഇവിടെ നമ്മൾ ഓരോ കാർഡ് വെച്ച് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു കാർഡ് എടുത്താൽ തികഞ്ഞോ? നമുക്ക് എത്ര കാർഡ് വേണം? 4 കാർഡ് ആകുമ്പോഴേ തികയുള്ളൂ. അപ്പോൾ ഒരു കാർഡ് എടുത്തുള്ളൂ, പിന്നെയും കാർഡ് എടുക്കണം തികയണമെങ്കിൽ. അങ്ങനെ തികയാതെ നമുക്ക് പിന്നെ എടുക്കേണ്ടി വരുന്ന കേസുകളെല്ലാം ഇൻറ്റു ഇട്ട് എഴുതണം. ഇവിടെ അങ്ങനെയല്ല, 4 കാർഡ് എടുത്തു, ഇനി വേറെ രീതിയിൽ കൂടെ എടുക്കാവോ? പ്ലസ് ഇട്ട് കണക്ട് ചെയ്യാവുള്ളൂ. 4 കാർഡ് നമ്മളെ കിട്ടി, ഇനി വേറെ രീതിയിൽ കൂടെ എടുക്കാൻ പറ്റുന്ന കേസ് വരുന്നതെല്ലാം പ്ലസ് ഇട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു കാർഡ് എടുത്തുള്ളൂ, 4 കാർഡ് തികേണ്ടടുത്ത് പിന്നെ എടുക്കണം, അപ്പോൾ ഇൻറ്റു ഇട്ട് എഴുതണം. അപ്പോൾ പിന്നെയും കേസുകൾ വരുന്നതെല്ലാം പ്ലസ് കിട്ടും, തികയാതെ പിന്നെ അടുത്തതിനകത്തുനിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ ഇൻറ്റു കിട്ടും. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏറ്റവും നല്ലതുപോലെയാണ് നമ്മൾ കാർഡ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഇത്രയ്ക്ക് വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ എങ്ങനെ കിട്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കും, ഇതെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം, മാക്സിമം കുട്ടികളിൽ എത്തണം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കുട്ടികളുടെ ഏറ്റവും എളുപ്പം എത്തുക, അവർ പഠിക്കുക, അതുകൊണ്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം, നിങ്ങളിൽ കൂടിയാണ് അത് എത്തേണ്ടതും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലസ് 2 ജോയിൻ ചെയ്യാം, ഇപ്പോഴേ പേര് രജിസ്റ്റർ ചെയ്യാം, നല്ല രീതിയിൽ കൂടെ മാത്സിനെ പഠിക്കാം. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.